നമ്മൾ മാർക്ക് ചെയ്ത ലെവൽസ് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തോ എന്നൊന്ന് പെട്ടെന്ന് പരിശോധിക്കാം. ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. എന്നിട്ട് അവിടെ സപ്പോർട്ട് എടുത്തത് 25,592 അവിടെ കൊണ്ട് മാർക്കറ്റ് നിന്നില്ല, താഴോട്ട് വരുമായിരുന്നു. 25,539 പിന്നെ സപ്പോർട്ട് എടുത്തത്. അവിടുന്ന് ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് കിട്ടിയത്. ഏകദേശം ഉച്ച 1:30 വരെ ഈ സൈഡ് വേസ് മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഒരു ബ്രേക്കൗട്ട് വന്നത്. ഫസ്റ്റ് ബ്രേക്കൗട്ട് വന്നത് 25,592 എന്ന് പറയുന്ന ലെവലാണ്. രണ്ടാമത്തെ ബ്രേക്കൗട്ട് 25,634. അതിനുശേഷം 25,665 ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് താഴെ വന്ന് ക്ലോസ് ചെയ്യുമായിരുന്നു. ക്ലോസ് ചെയ്ത ലെവൽ എന്ന് പറയുന്നത് 25,574. നമസ്കാരം, എല്ലാവർക്കും ജനുവരി 20 നിഫ്റ്റി പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ട് മനസ്സിലാക്കുക, ഈ അനാലിസിസ് ചെയ്യുന്നത് വോളിയം പ്രൊഫൈലിൻ്റെ ബേസിസിലാണ്. നമുക്ക് നിഫ്റ്റിയുടെ വോളിയം അവൈലബിൾ ആയിട്ടുള്ളത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലാണ്. അപ്പോൾ നമ്മൾ അനാലിസിസ് ചെയ്യുന്നതെല്ലാം നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലാണ്, സ്പോട്ട് ചാർട്ടിലല്ല. ഫ്യൂച്ചർ ചാർട്ടും നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടും ഈ രണ്ടും ഒരുപോലെ വരുന്നത് മന്ത്ലി എക്സ്പയറിയുടെ സമയത്താണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 18 ജനുവരി നിഫ്റ്റി ഫ്യൂച്ചർ ക്ലോസ് ചെയ്തത് 25,750. ഇനി നമ്മൾ ഇൻഡെക്സ് ചാർട്ടിലോട്ട് വരുമ്പോഴത്തേക്കും 18 ക്ലോസിങ് വന്നത് 25,699. അതായത് ഒരു 50 പോയിൻ്റ് വ്യത്യാസമുണ്ട്. നമുക്കിനി ഇന്നത്തെ വോളിയം പ്രൊഫൈൽ അനാലിസിലോട്ട് വരാം. അങ്ങനെ ഒരുപാട് നാളത്തെ ഫോളിന് ശേഷം ഇന്നാണ് ഒരു ബാലൻസ്ഡ് പ്രൊഫൈൽ നമുക്ക് കിട്ടിയത്. അപ്പം ഇത് പൂർണ്ണമായിട്ടും ഒരു ഡി പ്രൊഫൈൽ അല്ലെങ്കിലും നമുക്ക് കഴിഞ്ഞ ദിവസത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു താരതമ്യേന നല്ലൊരു പ്രൊഫൈലാണ്, ഒരു ബാലൻസ്ഡ് പ്രൊഫൈലാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നാളെ വരുന്നത് ഒരു ഗ്യാപ്പ് അപ്പ് ആയാലും ഒരു ഗ്യാപ്പ് ഡൗൺ ആയാലും ഇന്നത്തെ ഈ പ്രൊഫൈലിൻ്റെ ടേപ്പേഡ് എഡ്ജസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ ഈ മാർക്ക് ചെയ്യുന്നതാണ് ഇന്നത്തെ ഈ പ്രൊഫൈലിലെ ടേപ്പേഡ് എഡ്ജസ്. അപ്പം ഇതായിരിക്കും നമുക്കൊരു കീ ലെവലായിട്ട് നാളത്തേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. EPOസിൻ്റെ മേളിൽ വരുന്ന സെറ്റപ്പാണ് നമുക്ക് നാളെ ഒരു റിലയബിളായിട്ട് കാണുന്നത്. അതിപ്പം ഗ്യാപ്പ് അപ്പ് ആയാലും ഗ്യാപ്പ് ഡൗൺ ആയാലും EPOസിൻ്റെ മേളിൽ റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ട്രേഡ് എടുക്കാം. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ EPOസിൻ്റെ താഴെ വേറൊരു ഹൈ വോളിയം നോടുള്ളത് ശ്രദ്ധിക്കണം. കാര്യം ചിലപ്പോൾ EPOസ് എത്തിയെന്ന് വരില്ല, അതിൻ്റെ മുന്നേ തന്നെ മാർക്കറ്റ് റിവേഴ്സ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രൊഫൈലിനെ പറ്റി പറഞ്ഞു, ട്രേഡിനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് ലെവൽസിനെ പറ്റി പറയാം. അപ്പം ഇതാണ് ഞാൻ ഇന്നത്തെ പ്രൊഫൈൽ നോക്കി മാർക്ക് ചെയ്ത ലെവൽസ്. ഇത് ഒരു ചാർട്ട് പോലെ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ എന്നത്തെ പോലെ ഷെയർ ചെയ്യാം. ഇനിയിപ്പോൾ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും മേലോട്ടും താഴോട്ടുള്ള ലെവൽസും ഞാൻ ഗ്രൂപ്പിലിട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റിൽ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പം അതൊന്ന് വിസിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ്, ഗാമ എക്സ്പോഷ്യർ ഇത് രണ്ടും അനലൈസ് ചെയ്യാം. ഇനി ആ ചാർട്ടിലോട്ട് വരാം. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തത് 25,585. നമുക്ക് കോൾ റേറ്റിംഗ് നോക്കുമ്പോൾ പുതുതായി 10 മില്യണോളം കോൾ റേറ്റിംഗ് ആഡ് ആയിരിക്കുന്നത് 25,600. അവിടുത്തെ ടോട്ടൽ OI എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 12 മില്യൺ. അതിനുശേഷം ഉള്ള ഒരു കോൾ വാൾ എന്ന് പറയുന്നത് 25,700. അവിടെ 14 മില്യൺ കോൾ റൈറ്റേഴ്സ് ഉണ്ട്. പുതുതായിട്ട് 5.5 മില്യൺ കോൾ റൈറ്റേഴ്സ് ആഡ് ആയിട്ടുണ്ട്. ഈ സപ്പോർട്ട് സൈഡിലോട്ട് വരുമ്പം നമുക്ക് 25,550 ഒരു ചെറിയൊരു സപ്പോർട്ട് കാണുന്നുണ്ട്. പക്ഷേ അത് കാര്യമായിട്ട് എടുക്കണ്ട. അതിനുള്ള കാരണം ഞാൻ ഗാമ എക്സ്പോഷർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം. നമുക്ക് വരുന്ന മേജർ സപ്പോർട്ട് 25,500. അവിടെയാണ് 16 മില്യൺ OI ഉള്ളത്. പുതുതായിട്ട് ഓൾമോസ്റ്റ് 9 lakhs പുട്ട് റൈറ്റേഴ്സ് ആഡ് ആയിട്ടുണ്ട്. നമുക്ക് ഗാമ എക്സ്പോഷറിൻ്റെ അനാലിസിലോട്ട് വരാം. ഇപ്പം നമ്മൾ OI അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 25,550 ഒരു കാര്യമായിട്ട് സപ്പോർട്ടായിട്ട് എടുക്കേണ്ട. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു സീറോ ഗാമ ഏരിയയാണ്. അപ്പം അതിവിടെ കാര്യമായിട്ട് സപ്പോർട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇപ്പം നമ്മുടെ ഗാമ ചാർട്ട് നോക്കുമ്പോൾ പറയാം, നമുക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഗാമയുള്ളത് 25,500 അവിടെയാണ് ഏറ്റവും കൂടുതൽ OI ഉള്ളത്. അപ്പം രണ്ടും ഒരു കൺവേർജൻസ് കാണിക്കുന്ന കാരണം അത് തന്നെയായിരിക്കും നമ്മുടെ മേജർ സപ്പോർട്ട് വരുന്നത്. പിന്നെ നമുക്ക് റെസിസ്റ്റൻസ് റീജിയനിലോട്ട് നോക്കുമ്പം ഇന്നലത്തെ പോലെയല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് കാണിക്കുന്നത് 25,700 ആണെങ്കിലും അവിടത്തെക്കാളും 2 ഇരട്ടി ഗാമ 25,500 അപ്പം അതിനർത്ഥം ഡീലേഴ്സ് 25,500 കൂടുതലും ഷോർട്ട് ഗാമയായിട്ട് പൊസിഷൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ അതായത് നമുക്ക് അപ്സൈഡ് മൂവ്മെൻറ്റിലുള്ള ചാൻസാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പോൾ ഈ ഗാമ എക്സ്പോഷർ അനാലിസിസ് മാത്രമല്ല, നമ്മളിപ്പോൾ നേരത്തെ വോളിയം പ്രൊഫൈലിൻ്റെ അനാലിസിസ് നടത്തിയപ്പോഴും നമ്മളൊരു ഡി ഷേപ്ഡ് ബാലൻസ് പ്രൊഫൈലാണ് കണ്ടത്. അതും ഒരു റിവേഴ്സലിന് അനുകൂലമായ ഘടകങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ ക്യൂസാണ്, ഇതൊക്കെ ഒരു പ്രോബബിലിറ്റിയാണ്. ഇത് തെറ്റാവാം, ശരിയാവാം. നിങ്ങളുടെ സെറ്റപ്പിൽ എന്ത് ബയാസാണോ കാണുന്നത് ആ ട്രേഡ് എടുക്കുക. ഇതൊരു സെക്കൻഡറി ഇൻഫർമേഷൻ എന്ന രീതിയിൽ മാത്രം കൺസിഡർ ചെയ്യുക. കാര്യം ഇതൊക്കെ ഒരു ഇൻഡിവിജ്വൽ വ്യൂ ആണ്, ഇതൊരു എൻ്റെ ഒരു വ്യൂ ആണ്. ചിലപ്പം നാളെ തന്നെ റിവേഴ്സ് വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. നാളെയും ചിലപ്പോൾ ഒരു കൺസോൾട്ടേഷൻ സംഭവിക്കാം, അല്ലെങ്കിൽ നാളെയും ഒരു ചെറുതായിട്ടൊരു ഡിപ്പ് വരാം.
അപ്പോൾ മാർക്കറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും പറയുന്ന പോലെ മാർക്കറ്റ് ഡൈനാമിക്കാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ സെറ്റപ്പ് അനുസരിച്ച് ട്രേഡ് ചെയ്യുക, ടെക്നിക്കലിനെ വിശ്വസിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ചാനലിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടൻറ്റ് ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.